ഇതുവരെ ലോട്ടറി അടിച്ചിട്ടുള്ളതിൽ ഏറ്റവും ബുദ്ധിപരമായി കൈകാര്യം ചെയ്തിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിലാണ് ജയപാലൻ ചേട്ടനെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നത്. ലോട്ടറി അടിച്ച ദിവസം ഞാൻ അടിച്ചതെന്ന് ആരോടും പറഞ്ഞില്ല. നേരെ ബാങ്കിലേക്ക് കൊണ്ടു കൊടുത്തു. ബാങ്കിൽ കൊടുത്ത് ബാങ്കുകാർ ചെയ്തോളല്ല, നമ്മ അതിന്റെ പുറകെയൊന്നും പോകണ്ട. ആ ലോട്ടറി അടിച്ചതിനോട് പറയാനുള്ളത് പൈസ വന്ന് എടുത്തു ചാടി അടിച്ചു പൊളിച്ച് ചെലവാക്കരുത്. ആദ്യം നമ്മൾ ജീവിക്കാനുള്ള ഒരു മാർഗം കണ്ടെത്തുക. പല പ്രലോഭനങ്ങളും വരും. നമുക്ക് അറിയാൻ പാടാത്ത ഒന്നിലും ചെന്ന് ചാടരുത്. 12 കോടി അടിച്ചത് അത് ഏജന്റിന്റെ കമ്മീഷൻ പോകും. കേരള സർക്കാരിന്റെ ടാക്സ് ഒക്കെ കഴിഞ്ഞിട്ട് 7 കോടി ചില്ലാൻ കിട്ടി. ഐടി ഫയൽ ചെയ്തപ്പോ 1,45,00,000 അടക്കണം. എന്റെ വൈഫിന് ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു, ബ്രെയിൻ ട്യൂമർ ഉണ്ടായിരുന്നു. എനിക്കിപ്പോ ലോട്ടറി അടിച്ച ആ പൈസയൊന്നും എനിക്കൊന്നും ഇങ്ങോട്ട് ഇൻകം ഇല്ല. അപ്പൊ ആ പൈസ അതിന്റെ ഇൻട്രസ്റ്റ് ഒക്കെ എടുത്താണ് ഞാൻ കൊടുത്തോണ്ടിരുന്നത്. ഓരോരുത്തരൊക്കെ സഹായിച്ചിട്ടുണ്ട്. 2 കേസ് നിലവിൽ. ആ കേസ് തീർക്കണം എങ്ങനെയെങ്കിലും. അതിനുശേഷം ഞാൻ എന്ത് ഇതും ചെയ്യുള്ളൂ. ആ കേസ് നമ്പറാണ് ലോട്ടറി. ആ കേസിന്റെ നമ്പർ 645. അത് വെച്ചിട്ടാണ് ലോട്ടറി അത് കണ്ടപ്പോ ഞാൻ എടുത്തതാ. വക്കീലിന്റെ അടുത്ത് വക്കാലത്ത് ഒപ്പിടണമെന്ന് എനിക്ക് ലോട്ടറി അടിക്കണം. ഇതൊരു കോടീശ്വരന്റെ ഓട്ടോറിക്ഷയാണ്. നിങ്ങൾക്ക് എല്ലാം അറിയാം. 2021 ഓണം ബമ്പർ അടിച്ചിട്ടുള്ള ജയപാലൻ ചേട്ടനാണ് എനിക്കൊപ്പം ഉള്ളത്. ജയപാലൻ ചേട്ടാ, ഇപ്പോഴും ഈ ഓട്ടോറിക്ഷ കൈവിട്ടിട്ടില്ല. വിട്ടിട്ടില്ല. ഇതാണ് എളിമ, കോടീശ്വരന്റെ എളിമയാണ് കേട്ടോ. ബിസിനസ്സിലൊക്കെ തിരിഞ്ഞിട്ടില്ലേ? ആ പൈസയൊക്കെ എന്ത് ചെയ്തു? പൈസ സ്ഥലം വാങ്ങിച്ച് പിന്നെ FD ഇട്ട് പൈസ കിട്ടാറായിട്ടില്ല. അത് പക്ഷെ ഇത് വളരെ കൂളായിട്ട് ഭയങ്കര ബുദ്ധിപരമായിട്ടാണ് ചെയ്തേക്കണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അത് എങ്ങനെ ആലോചിച്ചത് തീരുമാനം എടുത്തേ? ഇത് ഞാനും മക്കളും കൂടെ ആലോചിക്കും. ഞങ്ങള് ആലോചിക്കും എന്താ ചെയ്യണ്ടേന്ന്. അപ്പൊ ആദ്യം പൈസ ഇൻവെസ്റ്റ് ചെയ്തതിനു ശേഷം നമ്മൾ സ്ഥലമൊക്കെ വാങ്ങിച്ചിട്ട് ഒരു 3 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് ഒന്ന് ആലോചിക്കാം. അപ്പൊ നമുക്ക് കൊടുക്ക വാങ്ങലും മനസ്സിലാവും. ടാക്സ് അടക്കണം, റിട്ടേൺ സമർപ്പിക്കണമല്ലോ. അപ്പൊ നമുക്ക് എത്ര വരും, എത്ര കിട്ടും, എത്ര പോകും എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. ഭയങ്കര ബുദ്ധിപരമായ പരിപാടിയാണല്ലോ. ഇപ്പൊ നമുക്ക് മനസ്സിലായി നമുക്ക് എത്ര കിട്ടുമെന്ന് ഇപ്പൊ മനസ്സിലായി. ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ ബിസിനസ് ആയിട്ടൊക്കെ മുന്നോട്ട് പോകണം. അന്ന് എന്താണ് ശരിക്കും ലോട്ടറി അടിച്ച ദിവസം സംഭവിച്ചത്? ലോട്ടറി അടിച്ച ദിവസം ഞാൻ അടിച്ചതെന്ന് ആരോടും പറഞ്ഞില്ല. അതെങ്ങനെ അടിച്ചത് അറിയുന്ന ഞാൻ ഒരു പരിപാടി ഉണ്ടായിരുന്നു, ഒരു പാർട്ടിയുടെ പരിപാടി. അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഒരു ബോർഡ് വെക്കാനുണ്ടായിരുന്നു. അപ്പൊ മെമ്പറെ കൂട്ടുകാരനോട് നമുക്ക് ബോർഡ് കൂടിയിട്ട് അടിക്കാം എന്ന് പറഞ്ഞു. ഞാനിവിടെ വന്നപ്പോഴത്തേക്ക് ആ വാർത്താ ചാനൽ ഞാൻ കൂടുതലും കാണാറുള്ളൂ. അപ്പൊ വാർത്താ ചാനൽ വെച്ചപ്പോഴത്തേക്കും ഈ ലോട്ടറി അടിച്ചിട്ട് ആളും കിട്ടിയിട്ടില്ലെന്ന് കാണിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് സംശയമായിട്ട് ഈ നമ്പർ എന്റേതാണെന്ന പോലെ ഒരു തോന്നലേ. അപ്പൊ ഞാൻ ചാനൽ മറിച്ച് എല്ലാ ചാനലും മാറ്റി നോക്കി. അപ്പൊ ഈ നമ്പർ തന്നെ ഞാൻ ഉടനെ ടിക്കറ്റ് എടുത്ത് നോക്കിയപ്പോ ശരിയാണ്. അപ്പൊ എന്റെ ഭാര്യ ഇവിടെ ഇല്ല, എന്റെ മോനില്ല, എന്റെ അമ്മയും ഞാനും മാത്രമേ വരുള്ളൂ. അവർക്ക് നൈറ്റാണ്. അപ്പൊ ഞാൻ ആലോചിച്ചത് ആരോടും പറഞ്ഞില്ല വെച്ചാൽ നാളെ പേപ്പർ വന്നതിന് ശേഷം ഒന്നും കൂടി കൺഫേം ചെയ്തിട്ട് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഒക്കെ വരാല്ല. അപ്പൊ ഞാൻ പിറ്റേ ദിവസം പേപ്പറും കൂടി മാതൃഭൂമി പേപ്പർ വന്നു കഴിഞ്ഞപ്പോ ഓക്കെ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് എന്റെ അമ്മയോട് പറഞ്ഞു